രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു കുടുംബം തന്നെ ഇപ്പോൾ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഒരു MLAയുടെ കുടുംബമാണ്. അതും കുറ്റങ്ങൾ പറയുന്നതും സോഷ്യൽ മീഡിയയിലിട്ട് അവരെ നാണം കെടുത്തുന്ന വിഭാഗക്കാർക്ക് ഇപ്പോൾ പണിയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ MLA ടി സിദ്ദീഖിൻ്റെ ഭാര്യ ശശികല റഹീം, KK ലതിക, ബിവിജ കോഴിക്കോട് എന്നിവർക്കും കമന്റിലൂടെ അപമാനിച്ചവർക്കുമാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അപമാനിച്ചവർക്കുമെതിരെയാണ് പരാതിയുമായി ഷർഫുനിസ രംഗത്തെത്തിയിട്ടുള്ളത്. സൈബർ അബ്യൂസ്, മാനനഷ്ടം, സോഷ്യൽ മീഡിയയിലൂടെ ഹരാസ്മെന്റ് എന്നിങ്ങനെയുള്ളത് ഉൾപ്പെടുത്തിയാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കുടുംബത്തെ ഇത്തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് വലിച്ചഴക്കുന്നത് എന്ന് വ്യക്തമല്ല. രാഷ്ട്രീയ വിരോധമായാണ് തീർക്കേണ്ടത്. ഒരു സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തല്ല തീർക്കേണ്ടത്. അത് നല്ല രാഷ്ട്രീയമല്ല. അത് പഠിച്ചവർ അതേ ചെയ്യൂ, പഠിച്ചതേ പാടൂ എന്ന് പറഞ്ഞതുപോലെയാണ് CPMന്റെ അവസ്ഥ. രാഹുൽ മാങ്കൂട്ടവും ടി സിദ്ദീഖും ഷർഫുനീസയും മകനും കൂടെ ഉള്ള ഒരു ഫോട്ടോ വെച്ചാണ്, അത് പണ്ടെപ്പോഴോ ഷെയർ ചെയ്ത ഒരു ഫോട്ടോ വെച്ചാണ് അപമാനങ്ങൾ ഫേസ്ബുക്കിലൂടെ അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഇതിനെതിരെ നിയമ നടപടിക്ക് അവർ ഒരുങ്ങുകയാണ്. അവർ ഈ വിവരം, അതായത് ഷർഫുനിസ ടി സിദ്ദീഖ് എന്ന് പറയുന്ന MLAയുടെ ഭാര്യ ഈ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. പോസ്റ്റ് ഇങ്ങനെ: ഞാനും എൻ്റെ കുടുംബവും ഏത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വലിച്ചഴക്കപ്പെടുന്നത് എന്തിനാണ്? വിവാഹമോചനവും പുതിയ പങ്കാളി ഉണ്ടാകുന്നതും എൻ്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച കാര്യമാണോ? യോജിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ബന്ധം പിരിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമാണോ? ഉന്നത സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ തന്നെ നേതാക്കളുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? പ്രബുദ്ധരെന്നും പുരോഗമനകാരികളെന്നും നടിക്കുന്ന ഇടതുപക്ഷക്കാരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏത് ചീഞ്ഞു നാറിയ കഥകൾക്കൊപ്പവും ചേർത്ത് നിങ്ങൾക്ക് അപഹസിക്കാനുള്ളതല്ല എൻ്റെ കുടുംബവും ജീവിതവും. ഈ പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുന്ന ഫോട്ടോ നോക്കൂ. എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ പോലും ഇതിലേക്ക് നിങ്ങൾ കൊണ്ടിടുന്നത്? ഏറ്റവും നീചമായ വാക്കുകളല്ലേ നിങ്ങൾ എനിക്കെതിരെ പ്രയോഗിക്കുന്നത്? നിങ്ങളുടെ വനിതാ നേതാക്കൾക്കെതിരെ ഇത്തരം പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ വൈകാരികമായി പ്രതികരിക്കുന്നത് കാണാറുണ്ടല്ലോ. നിങ്ങളുടെ ശശികല റഹീം എന്ന CPMകാരി ഇട്ട പോസ്റ്റിലും അതിന് താഴെ വന്ന കമന്റുകളിലും എൻ്റെ ആത്മാഭിമാനത്തെയും സ്ത്രീത്വത്തെയും അപമാനിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടങ്ങൾ തന്നെയല്ലേ ശൈലജ ടീച്ചർക്കും ദിവ്യയ്ക്കും ചിന്തയ്ക്കും ആര്യയ്ക്കും വേണ്ടി നിലവിളിക്കുന്നത്? രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും. പൊതുപ്രവർത്തകനായ എൻ്റെ പങ്കാളിയെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആക്രമിക്കാം, അല്ലാതെ എൻ്റെ കുടുംബജീവിതത്തെയും എന്നെയും നിന്ദ്യമായ ഭാഷയിൽ അപമാനിക്കാൻ അനുവദിക്കില്ല. ശശികല റഹീമിനെതിരെ നിയമപരമായി നീങ്ങാനാണ് എൻ്റെ തീരുമാനം. ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കാനാകില്ല. ഷർഫുനിസ ടി സിദ്ദീഖ് പറയുന്നത് സത്യമല്ലേ? ഇത്തരത്തിലുള്ള കുടുംബജീവിതത്തിൽ ഉള്ള രഹസ്യങ്ങളും അല്ലെങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നതിനുമുള്ള ഒരു മാനദണ്ഡം ഏതൊരാൾക്കും ഉണ്ടാകും. അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിലേക്ക് ഒരാളെ കടന്നു കയറി ആക്രമിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഒരു ഉദാഹരണം പറയാം. ആര്യയും സച്ചിൻ ദേവും തമ്മിലുള്ള വിവാഹം നടക്കുന്ന വേളയിൽ ഒരുപാട് പരാമർശങ്ങൾ ആര്യയെ സംബന്ധിച്ച് വന്നിരുന്നു. അന്ന് നിങ്ങൾ സ്വീകരിച്ച നടപടി എങ്ങനെയാണ്? അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അതുപോലെ തന്നെ രാഷ്ട്രീയപരമായുള്ള വ്യക്തിഹത്യകൾ നിങ്ങൾക്ക് നടത്താം, പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയെ പറയാൻ ആർക്കും അവകാശമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഇരുന്നു എന്ന് കരുതി യാതൊന്നും സംഭവിക്കുന്നില്ല. അവർ ഒരു കുടുംബമായി, അവരുടെ വ്യക്തിബന്ധങ്ങളാണ് അതെല്ലാം. അതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതിലേക്ക് ചെറിയ കുട്ടികളെ പോലും, മൈനറായിട്ടുള്ള കുട്ടികളെ പോലും വലിച്ചഴക്കുന്ന രാഷ്ട്രീയത്തിൽ മോശമായ പ്രവർത്തനമാണ് CPM കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ടി സിദ്ദീഖിനെ രാഷ്ട്രീയപരമായ വിരോധങ്ങൾക്ക് ബലിയേടാക്കാം, അല്ലെങ്കിൽ വിമർശിക്കാം. അതിൽ ആരും പരാതി പറയില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ സമൂഹം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള ബന്ധം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിമർശിക്കാൻ പറ്റും, അല്ലെങ്കിൽ വിലയിരുത്താൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബവുമായുള്ള ആത്മബന്ധമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധമോ നിങ്ങൾ അറിയേണ്ടതില്ല. ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിക്കും. അതിനല്ലാതെ ഇങ്ങനെ ഒരു സ്ത്രീയെയും നിങ്ങൾ അപമാനിക്കാൻ പാടില്ല. നിങ്ങളുടെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ധാർമ്മികത ഉണ്ടല്ലോ എന്ന് പറയുന്ന പാർട്ടിയാണല്ലോ നിങ്ങൾ. എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ എന്ത് ധാർമ്മികതയോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്? ഇതെല്ലാം അതിൽ പെടുന്നതാണോ? പരാതി എന്തായാലും നിയമത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നിയമം നിങ്ങളെ ചോദ്യം ചെയ്യും.